ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയപ്രതീക്ഷയിലാണ് ടീം ഇന്ത്യ. ഇതിനിടെ മൂന്നാം ദിനത്തിൽ ഒരു വമ്പൻ റെക്കോർഡും കുറിച്ചിരിക്കുകയാണ് റൺ മെഷീനും മുൻ ക്യാപ്റ്റനുമായ വിരാട് കോഹ്ലി. ബാറ്റിങ്ങിൽ സെഞ്ചുറിയുമായി മിന്നിച്ച ശേഷമായിരുന്നു ക്യാച്ചിങ്ങിൽ അദ്ദേഹം റെക്കോർഡിന് അവകാശിയായത്. ഇതോടെ മുൻ ബാറ്റിംഗ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറെയും കോഹ്ലി ഓവർടേക്ക് ചെയ്തു. 534 റൺസ് എന്ന കൂറ്റൻ വിജയലക്ഷ്യമാണ് ജസ്പ്രീത് ബുംറ നയിക്കുന്ന ടീം ഇന്ത്യ ഓസ്ട്രേലിയക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത്. മറുപടി ബാറ്റിങ്ങിൽ മൂന്നാം ദിനത്തിൽ കളി നിർത്തുമ്പോൾ 3 വിക്കറ്റിന് 12 റൺസ് എന്ന നിലയിൽ പരുങ്ങലിലാണ് ഗംഗാരുപ്പട. 7 വിക്കറ്റുകൾ ശേഷിക്കെ ഓസീസിന് വിജയിക്കാൻ ഇനി 522 റൺസ് കൂടി വേണം. ഇന്ത്യക്കു വേണ്ടി രണ്ടാം ഇന്നിംഗ്സിൽ അപരാജിത സെഞ്ചുറിയുമായി കസറിയതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലി ക്യാച്ചുകളുടെ കാര്യത്തിലും റെക്കോർഡ് കുറിച്ചത്. ബാറ്റിങ്ങിൽ മോശം ഫോമിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്ന കോഹ്ലി പുറത്താവാതെ 100 റൺസാണ് നേടിയത്. 143 ബോളുകൾ നേരിട്ട അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സിൽ 8 ഫോറും 2 സിക്സറുകളുമുണ്ടായിരുന്നു. കോഹ്ലിയുടെ സെഞ്ചുറിക്ക് പിന്നാലെ 6 വിക്കറ്റിന് 487 റൺസ് എന്ന നിലയിൽ ഇന്ത്യ ഇന്നിംഗ്സും ഡിക്ലർ ചെയ്യുകയായിരുന്നു. ടെസ്റ്റിൽ ഇന്ത്യക്കു വേണ്ടി ഏറ്റവും അധികം ക്യാച്ചുകൾ എടുത്ത മൂന്നാമത്തെ താരമെന്ന റെക്കോർഡാണ് കോഹ്ലി സ്വന്തമാക്കിയത്. നേരത്തെ 3-ാം സ്ഥാനത്തുണ്ടായിരുന്നത് സച്ചിനായിരുന്നു. 115 ക്യാച്ചുകളാണ് മാസ്റ്റർ ബ്ലാസ്റ്ററുടെ പേരിലുള്ളത്. ഇതാണ് 116-ാം ക്യാച്ചോടെ കോഹ്ലി പിന്തള്ളിയത്. ഈ ലിസ്റ്റിൽ ഇനി മുൻ ഇതിഹാസ താരങ്ങളായ രാഹുൽ ദ്രാവിഡ്, VS ലക്ഷ്മൺ എന്നിവർ മാത്രമേ കോഹ്ലിക്ക് മുന്നിലുള്ളൂ. 210 ക്യാച്ചുകളുമായി ദ്രാവിഡിൻ്റെ പേരിലാണ് ക്യാച്ചുകളിലെ ഓൾ ടൈം റെക്കോർഡ്. 135 ക്യാച്ചുകളുമായി ലക്ഷ്മൺ 2-ാം സ്ഥാനത്തും നിൽക്കുന്നു. ഈ റെക്കോർഡ് കോഹ്ലി മറികടക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ദ്രാവിഡിൻ്റെ റെക്കോർഡ് പഴങ്കഥയാക്കുക അദ്ദേഹത്തിന് ഏറെക്കുറെ അസാധ്യം തന്നെയായിരിക്കും. ഓസ്ട്രേലിയൻ ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസിൻ്റെ ക്യാച്ചെടുത്തതോടെയാണ് സച്ചിനെ മറികടന്ന് കോഹ്ലി എലൈറ്റ് ക്ലബിൽ 3-ാം സ്ഥാനത്തേക്ക് കയറിയത്. രണ്ടാം ഇന്നിംഗ്സിൽ നൈറ്റ് വാച്ച്മാനായി ക്രീസിലെത്തിയ കമ്മിൻസിനെ 2-ാം ഇന്നിംഗ്സിലെ 4-ാമത്തെ ഓവറിൽ മുഹമ്മദ് സിറാജാണ് മടക്കിയത്. ഓവറിലെ ആദ്യ ബോളിൽ തന്നെ കമ്മിൻസ് വീഴുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ എഡ്ജായ ബോൾ നേരെ 2-ാം സ്ലിപ്പിലുണ്ടായിരുന്ന കോഹ്ലിയുടെ കൈകളിലെത്തുകയായിരുന്നു. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.